റിയാസ് ഇപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ന്യൂസിൻ്റെ പവലിയൻ്റെ റയൽ സ്റ്റാൾ. ഈ സ്റ്റാളിനൊരു പ്രത്യേകതയുള്ളത്, ഇവിടെ കുട്ടികളുടെ മത്സരമാണ് അരങ്ങേറുന്നതെങ്കിൽ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. 10, 9, 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അറിയാത്ത ആരുമില്ല. അത് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഒരു നമ്പറാണ്, ടോൾ ഫ്രീ നമ്പറാണ് അല്ലേ? അതിൻ്റെ ഒരു സന്നദ്ധ വളണ്ടിയർമാരാണ്. ഓരോരുത്തരെ ആദ്യം പരിചയപ്പെടുക. എന്താ പേരെന്താ? എൻ്റെ പേര് നിമ്മി. ഞാൻ തിരുവനന്തപുരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലെ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. എൻ്റെ പേര് ഫ്ലോറ. ഞാൻ സ്കൂൾ കൗൺസിലറാണ്. എൻ്റെ പേര് അശ്വിനി ചന്ദ്രൻ. ഞാൻ സ്കൂൾ കൗൺസിലറാണ്. എൻ്റെ പേര് അശ്വിനി RS. ഞാൻ സ്കൂൾ കൗൺസിലറാണ്, കോട്ടഹിൽ സ്കൂളിലെ സ്കൂൾ കൗൺസിലർ. എൻ്റെ പേര് അശ്വതി. ഞാൻ സ്കൂൾ കൗൺസിലറാണ്, മണക്കാട് ഗേൾസ് സ്കൂള്. എൻ്റെ പേര് പ്രേമ. ഞാൻ സ്കൂൾ കൗൺസിലറാണ്, ചാല ഗേൾസ്. ഇവരും കൗൺസിലറാണ്? അതെ അതെ. എൻ്റെ പേര് ആശ. ഞാൻ മെഡിക്കൽ കോളേജ് സ്കൂളിലെ സ്കൂൾ കൗൺസിലറാണ്. അഞ്ജന, പട്ടം ഗേൾസ് സ്കൂൾ. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഈ ഒരു സ്റ്റാളിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണത്? ഞങ്ങൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്കൂൾ കൗൺസിലേഴ്സാണ്. ഏകദേശം കേരളത്തിനകത്ത് 1012 സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 78 സ്കൂൾ കൗൺസിലേഴ്സാണ് ഉള്ളത്. ഇവരെല്ലാവരും തന്നെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നവരാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല പ്രോഗ്രാംസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ സ്കൂൾ കൗൺസിലിംഗ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഇവിടെ ഈ ഫീൽഡിൽ, അതായത് ഈ കലോത്സവ മേളയിൽ ഇവിടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികളെ ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് കൗൺസിലിംഗ് കൊടുക്കുക, അവരുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുകയൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കാരണം ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അവർക്കുള്ളൊരു റിലാക്സേഷനുള്ള ഒരു അവസരമാണ് ഇവരൊരുക്കുന്നത്. ഇവിടെ വരാം, നേരെ വരിക. ഈ ഒന്നാമത്തെ വേദിയിൽ അല്ലേ സെൻട്രൽ, ഈ സ്റ്റാളിൻ്റെ പേര് സ്റ്റോൾ നമ്പർ 22. സ്റ്റോൾ നമ്പർ 22 വരിക. അവിടെ കുറേ ടീച്ചർമാരുണ്ട്. ചേച്ചിമാരെന്ന് തന്നെ വിളിക്കുക അല്ലേ? കുട്ടികൾക്ക് വന്നിട്ട് ചേച്ചിന്ന് വിളിക്കാം, ടീച്ചറേന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചിന്ന് വിളിക്കാം, കാര്യങ്ങൾ പറയാം, എല്ലാ ടെൻഷനും മാറ്റാം. ടെൻഷൻ ഫ്രീ ആവണോ? ഇതാ ഇങ്ങോട്ടേക്ക് പോന്നോളൂ അല്ലേ? സ്റ്റോൾ നമ്പർ 22. അതാണ് അതുല്യ ഈ ഒരു സ്റ്റോളിന്റെ പ്രത്യേകത. വളരെ മികച്ച ഒരു ഇനീഷ്യേറ്റീവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ